ഇനി നാളെ മുല്ലപ്പെരിയാറിനായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിൽ നടക്കാനുള്ളത് ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. ഒന്ന്, കേരളം പറയും കേന്ദ്രം മുൻകൂട്ടി പറഞ്ഞില്ല. കേന്ദ്രം ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ 2 ലക്ഷം ആൾക്കാരുടെ മരണത്തിലേക്ക് എത്തില്ലായിരുന്നു. കേന്ദ്രം പറയും ഞങ്ങൾ ഇവരോട് നേരത്തെ പറഞ്ഞതാ, കറക്റ്റ് വാണിംഗ് കൊടുത്തു, ഇവർ ചെയ്തില്ല. ഉടനെ തമിഴ്നാട് പറയും തമിഴ്നാട് ഡിഫൻസ് ആയി എന്തെങ്കിലും സംഭവിച്ചാൽ. ഡീകമ്മീഷൻ ചെയ്യേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം വേണമെന്നേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല. എന്തായാലും 2 ലക്ഷം ആൾ മരിച്ചു, കുഴപ്പമില്ല, ഞങ്ങൾ 5 കോടി രൂപ കേരളത്തിന് കൊടുക്കുന്നു. അപ്പൊ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആളുകൾ സേഫായി. ചാനലുകാർ മുല്ലപ്പെരിയാർ പൊട്ടിയില്ലേ, പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെയാണ് ലൈവ് സ്കോർ ആണല്ലോ. ഇപ്പൊ 99,000 ആൾ മരിച്ചിരിക്കുന്നു, വെറും 1000. അതാ ഈ പറയുന്നതിനിടയിൽ 500 ആൾ കൂടെ മരിച്ചു, അതാ 1 ലക്ഷം എത്തി. കുറച്ച് കമന്ററി പറയും, അത് കേട്ട് നിങ്ങൾ ആ സമയത്ത് വീണ്ടും എല്ലാവരും രാത്രി ചർച്ച, മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്യാം. കാരണം ഈ മഴ പെയ്യുമ്പോഴും എവിടെയെങ്കിലും ഉരുൾപൊട്ടുമ്പോൾ മാത്രം കേരളത്തിൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഈ റിപ്പോർട്ട്. ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്യണം, അതിപ്പോ ചെയ്തു പോകണം. അല്ലാതെ എന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എന്താണ് ഇതിന്റെ കാര്യം?